മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറയുന്നവരാ സ്റ്റുപ്പിഡ്. എന്റെ സീതമ്മയല്ല. ഇത്രേ ഉള്ളൂ, നമ്മളെ സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുന്നു. സി പ്ലീസ് മിണ്ടാതിരിക്കേ. സോറി, എന്റെ മോൾ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. റിയലി സോറി. സീതമ്മ, നീ എന്തിനാ സോറി പറയുന്നേ? സിഹി, നീ ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ടോ? ഹേയ് സീത, വാട്സ്ആപ്പ്. ഹേയ്, ഒന്നുമില്ല റാം. അല്ല സിഹിമോൾ എന്താ ഇങ്ങനെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്നേ? എന്തൊരു ജഗതേ. ഫ്രണ്ട്, ഇവരെ നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വാ. സീതമ്മ, എന്നെ കൈവിട്. സിഹി, നീ ഭക്ഷണം കഴിക്കാൻ വാ. എന്തു പറ്റി? യു ഗൈസ് ഓക്കെ? അതെ മോനെ, ഫുഡ് കഴിച്ചില്ല എല്ലാവരും? കഴിച്ചു. താങ്ക് യു സോ മച്ച് എല്ലാവരും ഇങ്ങോട്ട് വന്നതിന്. നിങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇതൊരു സക്സസ്ഫുൾ ഇവന്റ് ആയത്. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഓ ഷുവർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി. സീതമ്മ, എന്റെ കൈവിട്. സിഹി, നീ ഓവറാക്കാൻ നിൽക്കണ്ട. സീതമ്മ, അവര് നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയോ? എന്നിട്ട് എന്റെ ഫ്രണ്ട് അവരോട് ചിരിച്ച് സന്തോഷിച്ചാ സംസാരിക്കുന്നേ. അവരെ കുറിച്ച് ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. സിഹി, ഒരു മിനിറ്റ് വാ ഇങ്ങോട്ട്. അവർക്ക് മേമയുടെ ഫ്രണ്ടാ. അവരെ ഒന്നും പറഞ്ഞ് വെറുപ്പിക്കാൻ നിൽക്കണ്ട. നീ ഇങ്ങോട്ട് വാ. എനിക്കൊന്നും വേണ്ട സീതമ്മ. അതെന്താ? എനിക്ക് വിശക്കുന്നില്ല. ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചോളാം. സിഹി, ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. ഓക്കെ സീത? സാർ, ഒരു കപ്പിൾ ഫോട്ടോ എടുത്തോട്ടെ? യാ ഷുവർ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ രാമ. ഓക്കെടാ, താങ്ക്സ് ഫോർ കമ്മിങ്. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒന്ന് വേഗം നടന്നു കിട്ടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. കൺഗ്രാറ്റ്സ് സീത. താങ്ക് യു സർ. താങ്ക് യു സോ ബൈ. മച്ച്. ബൈ. ഭാർഗവി മാമിക്ക് ആ ഫോട്ടോ എങ്ങനെ കിട്ടി? അന്ന് തന്നെ അടിച്ചതാരാ? സീത, സിഹി എവിടെ? അന്നവൾ ഒരുപാട് ആഗ്രഹിച്ചൊരു ഫാമിലി ഫോട്ടോ എടുത്തിരുന്നില്ലേ? ഓർമ്മയില്ലേ? നമ്മൾ രണ്ടുപേരും ഇതിൽ കിസ്സൊക്കെ ചെയ്ത്. ഐ മീൻ, നമ്മൾ രണ്ടുപേരും സിഹിയെ കിസ് ചെയ്തില്ലേ? അവള് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ അച്ഛനോടും അമ്മയോടും വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അവിടെ എവിടെയെങ്കിലും കാണും. റാം, എല്ലാരും ഇറങ്ങി തുടങ്ങി. ഞാനും ഇറങ്ങട്ടെ എന്നാ? ലേറ്റ് ആവുന്നില്ലേ? ഷോ, ലേറ്റ് ആവുന്നുണ്ട്. പാവം സിഹിൻ ടയർഡായി കാണും. നീ വേഗം വിട്ടോ. നീ റെസ്റ്റ് എടുക്ക്. എല്ലാരോടും പറയണോ കേട്ടോ? ഡെഫിനറ്റ്ലി. പിന്നെയില്ലേ, ഡ്രൈവർ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടും കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കേക്കില്ലല്ലോ. സീത, എപ്പോഴാ നീ വീട്ടിലേക്ക് വരിക? ഐ റിയലി മിസ് യു. ഞാൻ വരും. താങ്ക് യു ഫോർ എവറിത്തിങ് റാം. ഈ സാരിയും ജ്വല്ലറിയൊക്കെ ചേഞ്ച് ചെയ്ത് മേമയുടെ കയ്യിൽ കൊടുക്കട്ടെ? വാട്ട്? ഹേയ്, നോ വേ. ഇതൊന്നും തിരിച്ചു കൊടുക്കണ്ട. ഇതെല്ലാം നിന്റെ തന്നെയാണ്. അയ്യോ റാം, ഇങ്ങനെ വീട്ടിലേക്ക് പോയാ അത് ശരിയാവില്ല. എന്ത് ശരിയാവില്ല? എല്ലാം ശരിയാവും. അല്ല, നീ എന്റെ അമ്മയുടെ ആശീർവാദം വേണ്ടെന്ന് വെച്ച് പോവാ? ലിസൺ, ഇപ്പൊ നീ എങ്ങനെയാണോ അതുപോലെ തന്നെ വീട്ടിൽ പോയി അവിടെ നിന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ? കം. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. അശോക്, കുലത്തിന് ദ്രോഹം ചെയ്ത ഒരുത്തിനുമായിട്ട് നിനക്ക് എന്താ ബന്ധം അശോക്? ചരണിനെ കുറിച്ചാ ഞാൻ ചോദിച്ച. ഈ വിഷയം ഞാനെങ്ങനെ അറിഞ്ഞുവെന്നാണോ നീ ആലോചിക്കുന്നത്? ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. ഈ കാര്യം ഇപ്പൊ അപ്പു അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. മേമ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റും ശരിയുമൊക്കെ പിന്നെ. താമ്പൂല കൈമാറ്റത്തിന്റെ അന്ന് നീ ഞങ്ങളോട് മലേഷ്യക്ക് പോയതാണെന്ന് പറഞ്ഞു. അന്നാണ് എനിക്ക് ഈ ഫോട്ടോ വന്നത്. അപ്പോ നീ മലേഷ്യക്ക് പോയി ചരണിനെ മീറ്റ് ചെയ്യുമായിരുന്നോ? ഈ ഒരൊറ്റ കാര്യം പോരെ അശോക് അപ്പുവിന്റെ ട്രസ്റ്റ് ഇല്ലാതാക്കാനായിട്ട്? ലുക്ക്,
എന്റെ വീട്ടുകാരൊക്കെ നല്ല സന്തോഷത്തിലാണ്. ആ സന്തോഷം ഇല്ലാതാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ, രാമൻ, എന്തിന് വീട്ടുകാരെല്ലാവരും നിന്നെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നു. ആ വിശ്വാസം എല്ലാം ഇല്ലാതാക്കാൻ ഈ ഒരൊറ്റ ഫോട്ടോ മതിയാവില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ വിട്ടേക്ക്. അതാ നല്ലത്. ടേക്ക് കെയർ. വാവ് മേമ, താങ്ക്സ്. ഇത്രയും കാലം ഞാനൊരു ശൂന്യതയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് എൻ്റെ പോരാട്ടം ആരോടാണെന്ന് തെളിയിച്ചു തന്നു. ബേസിക്കലി എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കരുതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്തോ നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്ന പോലെ. ഇങ്ങനെയൊക്കെ നാടകം കളിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ? തൽക്കാലം നിങ്ങൾ പറയുന്നതിന് ഇപ്പം എൻ്റെ അടുത്ത് ഉത്തരവില്ലായിരിക്കും. പക്ഷെ ഒരു നാൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകേണ്ട സന്ദർഭം എന്തായാലും വരും. ബട്ട് എനിവേയ്സ്, താങ്ക്സ്. ഞാനൊരു അല്പം തിരക്ക് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് തെറ്റുപറ്റി പോയാന്. അത് വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ ചരണിനെ മീറ്റ് ചെയ്ത ഫോട്ടോ ഭാർഗവി മേമയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ തലക്കടിച്ചത്. അപ്പോ എൻ്റെ തലക്കടിച്ചത് ഭാർഗവി മേമയുടെ ആളാണോ? ഒരുപാട് സന്തോഷായി മോളെ സീത. ഇനിയിപ്പോ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാമല്ലോ അല്ലേ? എന്തൊക്കെ ഒരുക്കങ്ങളാ വേണ്ടേന്ന് പോലും എനിക്കറിയില്ല അച്ഛാ. അവര് നോക്കിക്കോളാന്നാ പറയുന്നേ. എല്ലാം ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അന്ന് തന്നെ നിന്റെ കല്യാണം മുടങ്ങിപ്പോയപ്പോ വല്ലാതെ വിഷമിച്ചതാ ഞാൻ. അന്ന് അവിടെ വെച്ചൊരു നേർച്ച നേർന്നിരുന്നു. ഭഗവതി, എന്റെ സീതയ്ക്ക് വീണ്ടും താലിഭാഗ്യം ഉണ്ടായ ഭഗവതിക്കൊരു താലി ചാർത്തേക്കാന്ന്. പക്ഷെ പോകാന്ന് പറഞ്ഞാ ഇവരോരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ വാശിയെടുത്ത് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. വയസ്സായതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് താനും. അതുകൊണ്ട് ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഈ ഭാരം ഞാൻ മോളെ ഏൽപ്പിക്കാന്നൊന്നും നിനക്ക് തോന്നിയേക്കരുത്. ഇത് നീ ദേവിക്ക് ചാർത്തണേ മോളെ. അമ്മേ, ഭാരം എന്നൊക്കെ പറയുന്നത് എന്തിനാ? എനിക്ക് വേണ്ടി നിങ്ങൾ നേർന്ന നേർച്ചയല്ലേ. ഞാനിത് ഭഗവാനെ ഏൽപ്പിച്ചോളാം. ഈ നേർച്ച ഞാൻ വീട്ടിക്കോളാം. സീത, നിനക്ക് നിന്റേതായ കല്യാണത്തിന്റെ തിരക്കുണ്ടാവും. അതിനിടയ്ക്കാ ഞാനും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. എന്നോട് ക്ഷമിക്കണേ മോളെ. അമ്മേ, നിങ്ങളുടെ സ്നേഹത്തിന് മുന്നില് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ലമ്മേ. സമ്മർ ഹോളിഡേസ് കഴിയുമ്പോ ഒരു ട്രിപ്പും കൂടെ. താങ്ക് യു സോ മച്ച് ഇങ്ങോട്ട് വന്നതിന്. നിങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇതൊരു സക്സസ്ഫുൾ ഇവന്റ് ആയത്. സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ട് നീ അവരെ ഒന്നും പറഞ്ഞില്ല അല്ലേ? എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ഞാൻ നിന്നോട് ഇനി മിണ്ടില്ല. ഞാൻ നിന്നോട് കട്ടീസ്. അല്ല, സീത എന്താ ഇപ്പൊ കോള് കട്ട് ചെയ്യുന്നത്? ഇനി ബിസി ആയിട്ടായിരിക്കോ? ഓക്കെ, ലെറ്റ് മീ ട്രൈ ഇറ്റ് അഗൈൻ. നീ എത്ര കോൾ ചെയ്താലും ഞാൻ കട്ട് ചെയ്തോണ്ടിരിക്കും. ഞാൻ നിന്നോട് ടു ടു ടു. ഞാൻ മാത്രമല്ല, സീതമ്മയെ ഞാൻ സംസാരിക്കാൻ സമ്മതിക്കില്ല. ചേടാ, ഇതെന്തിങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? എന്തു പറ്റി? വോയിസ് മെസ്സേജ് അയക്കാം. ഹായ് സീത, വാട്ട് ഹാപ്പൻ? ഓൾ ഓക്കെ? ഹായ് സീത, വാട്ട് ഹാപ്പൻ? ഓൾ ഓക്കെ? നോട്ട് ഓക്കെ. ആന്റീസ് ഒക്കെ സീതമ്മ ഓരോന്ന് പറഞ്ഞപ്പോ നീ അവരെ വഴക്ക് പറയണായിരുന്നു. പക്ഷെ നീ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഫ്രണ്ട്. എനിക്കത് ഹേർട്ടായി ഫ്രണ്ട്.
സീതയുടെ കല്യാണം നടക്കാൻ ഞാനെന്താ നേർച്ച നേരാഞ്ഞിട്ടാ? ഞാൻ നേർന്ന നേർച്ചയ്ക്കൊന്നും ഒരു കയ്യും കണക്കുമില്ല. നിങ്ങളെ പോലെ ഒരു താലി ഉണ്ടാക്കി അത് നേർച്ച നേരാനുള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ലാഞ്ഞിട്ടാ. അതല്ല, നിങ്ങളെ പോലെ ഞങ്ങളുടെ കയ്യിൽ അത്ര പൈസയൊന്നും ഇല്ലല്ലോ. എല്ലാത്തിനും പൈസ തന്നെയല്ലേ വേണ്ടത്. അതുകൊണ്ട് ഞാൻ സീതയുടെ കൂടെ അമ്പലത്തിലേക്ക് പോവാ. കൂടെ ഞങ്ങളുടെ പേരും കൂടെ എഴുതിക്കോ. ഞങ്ങൾക്കും ദർശനം നടത്തണമെന്നുണ്ട്. ശാന്തേച്ചി, സീതയുടെ കൂടെ അമ്പലത്തിലേക്ക് ഞാനും പോവാം. 3 വർഷമായി പോയിട്ട്. ലത, മീന എല്ലാവരും പോയിട്ടുണ്ട്. സീത എന്താ ടൂർ മാനേജറാ? എന്തോ എന്റെ ശാന്തി ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടി പോവുക. അല്ല, ഞാനൊരു നേർച്ച നേർന്നത് ഇപ്പൊ തെറ്റായോ? നോക്ക്, എല്ലാവരും ഞാനും വരാന്ന് പറഞ്ഞ സീതയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടാവില്ലേ? അമ്മേ, നേർന്നത് നിങ്ങളാണെങ്കിലും അത് ചെയ്തിട്ട് വന്നാ അതിന്റെ പുണ്യം എല്ലാവർക്കും കിട്ടില്ലേ? പിന്നെ സിഹിക്കും ഇപ്പൊ സമ്മർ ഹോളിഡേസ് അല്ലേ, അവൾക്കൊരു ട്രിപ്പ് ആയിരിക്കും ഇത്. അപ്പൊ ഇഷ്ടമുള്ളവരൊക്കെ വന്നോ, കുഴപ്പമില്ല. അവള് പറഞ്ഞതാ കാര്യം. എല്ലാവർക്കും ഒരുമിച്ച് പോകാലോ. അപ്പൊ അതൊരു ട്രിപ്പ് ആവുമല്ലോ. ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ശരത്തിന്റെ ഒരു ടെമ്പോ ബുക്ക് ചെയ്താ പോരെ? അവനവന്റെ ചെലവൊക്കെ അവനവൻ തന്നെ എടുക്കണം. അതുപോരെ സീതേ? നോക്കാം. അതിൽ നീ ഇപ്പൊ എന്താ നോക്കാൻ? ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ പോവാം. ദൈവദർശനവും കഴിഞ്ഞിട്ട് അതുപോലെ അവിടെ ചുറ്റുമുള്ള സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ അടിപൊളിയായി അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. അതെ മുത്തശ്ശി, ഇങ്ങനെ നോക്കിയിരിക്കാതെ പോയൊരു കാപ്പി ഇട്ടോണ്ട് വാ. ചെല്ലു മുത്തശ്ശി, ഇനി പാക്കിംഗ് ഒക്കെ ചെയ്യേണ്ടതല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. സിഹി, എന്റെ ഫോൺ എവിടെ? നിന്റെ അടുത്തുണ്ടോ? കുറെ നേരമായിട്ട് ഞാൻ ചോദിക്കുമല്ലേ, നീ ഒന്നും മിണ്ടുന്നേ ഇല്ലല്ലോ. നിന്റെ ഫ്രണ്ടിനോട് പറയണം ദേവരാജൻ ദുർഗയിലേക്ക് പോവാണെന്ന്. ഫോൺ കണ്ടായിരുന്നോ? എന്താ എന്റെ മോളൊന്നും സംസാരിക്കാത്ത മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? നീ കൂടെ വരുന്നില്ലേ? അതോ അമ്മയോട് ദേഷ്യമാണോ? ഫോൺ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നോ? ഇങ്ങതാ, ആരാ നോക്കട്ടെ. നിന്റെ ഫ്രണ്ടാ. ഹലോ റാം. ഹായ് സീത. റാം, സീത, നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാ ഞാൻ ഇനി ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല. റാം, ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഇവിടെ സിഹിയും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിക്ക, നീയും ഇങ്ങനെ പറയുന്നത് എന്താ? എന്താ നിങ്ങൾ രണ്ടാൾക്കും? അല്ല, എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു? ഒരേ ഒരു തവണ നിനക്ക് ഫോൺ എടുത്തൂടെ? ഞാനോ? ഞാൻ കട്ട് ചെയ്തിട്ടേ ഇല്ല. എന്താ കട്ട് ചെയ്തിട്ടില്ലേ? സിഹി, നീയാണോ കട്ടാക്കിയത്? അവരെന്തോ ചോദിക്കുന്നുണ്ട്, എന്താന്ന് ചോദിക്കേ. സിഹി, സീതമ്മ, ഞാൻ അവനോട് മിണ്ടില്ല. നീയോ അവനോട് മിണ്ടാൻ നിൽക്കണ്ട. സിഹി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കോള് കട്ട് ചെയ്തെന്ന് അത്ര നല്ല സ്വഭാവമല്ല. സീതമ്മ, നീ എന്നെ വഴക്ക് പറയണ്ട. ആൻഡീസ് നിന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചു. അത് നല്ല ശീലാണോ? എന്റെ ഫ്രണ്ട് നിന്നെ ഹേറ്റ് ചെയ്ത് സംസാരിച്ചവരോട് സ്മൈൽ ചെയ്താ സംസാരിച്ച സീതമ്മ. അവര് വഴക്ക് പറയല്ലേ വേണ്ടേ? ഓഹോ, അപ്പൊ ഇതാണല്ലേ കാര്യം. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചതിന് നമുക്കിഷ്ടമുള്ളവരോട് നമ്മൾ ദേഷ്യം കാണിക്കരുത്. എല്ലാവരും പറയുന്നത് നമ്മൾ മനസ്സിലേക്ക് എടുക്കാനും നിൽക്കരുത്. ശരി, നിനക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാം. പാവം, നിന്റെ ഫ്രണ്ട് ഇതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നീ ഇപ്പൊ ഇങ്ങനെ ചെയ്താ അവൻ എന്തോരം വിഷമാവും. പ്ലീസ്, അവനോടൊന്ന് സംസാരിക്കേ. നല്ല കുട്ടിയല്ലേ സിഹിമോള്? സിഹി, സിഹി, ഹലോ. സീത, സീക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവക്ക് എന്താ അവൾക്ക് പറ്റിയത്? അവള് വേറെന്തോ കാര്യത്തിന് ഇവിടെ ദേഷ്യം പിടിച്ച് നിക്ക. റാം, ഞങ്ങൾ ഇവിടെ എല്ലാവരും അമ്പലത്തിലേക്ക് പോകാൻ നിക്ക. ആണോ? എവിടെ? ഏത് അമ്പലത്തില്? ആ, ദേവരാജൻ ദുർഗയിലേക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു. ഓക്കെ സീത, ടേക്ക് കെയർ, സേഫ് ജേർണി. മിസ് യു റാം. എന്താ എന്താ പറഞ്ഞേ? കേട്ടിട്ടും കേൾക്കാത്ത പോലെ എന്താ അഭിനയിക്കുവാണോ? ഇങ്ങനത്തെ വാക്കുകളൊക്കെ നിന്റെ വായിന്ന് വരുന്ന അപൂർവമായിട്ടല്ലേ?
അതുകൊണ്ട് വൺസ് മോർ ഒന്നുകൂടി കേട്ടാ കൊള്ളാന്ന് തോന്നി, അതുകൊണ്ടാ ചോദിച്ചേ. ഐ മിസ് യു എന്നല്ലേ പറഞ്ഞേ? ഐ മിസ് യു ടു സീത. സീതമ്മ, നീ അവനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞില്ലേ? റാം, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവേ. സിഹി എന്തിനാ എന്റെ കോള് കട്ട് ചെയ്യുന്നത്? എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? എന്റെ ചക്കരക്കുട്ടി വല്ലാണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണല്ലോ. സീതമ്മ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ നിനക്ക് ഇത്രയൊക്കെ ദേഷ്യം വരുമോ? ആ വരും, നല്ല ദേഷ്യം വരും എനിക്ക്. എന്താണെന്നോ, എന്റെ സീതമ്മേനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. ഇറ്റ്സ് ഓക്കെ മോളെ, നീ വെറുതെ ദേഷ്യം കാണിക്കണ്ട. സീതമ്മ, നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തുക? ഇവിടുന്ന് ഒരു 1 hour കാണും. ഹൗസ്ഫുൾ ആണല്ലോ. സീതേ, നിന്റെ മോളോട് ഇങ്ങോട്ട് ഇരിക്കാൻ പറ. എനിക്ക് വിൻഡോയുടെ അടുത്ത് ഇരിക്കാനാ. സീതമ്മ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും മാറില്ല. അവര് ചോദിച്ചതല്ലേ, നീ ഇങ്ങോട്ട് വാ. വരില്ല സീതമ്മ. ആദ്യമേ സ്ഥലം പിടിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് എല്ലാരും വന്നിരുന്നു. നീയാണെ ചെറിയ കുട്ടിയല്ലേ മോളെ, നീ എന്റെ മടിയിലിരുന്നോ? വാ. ഇല്ല, ഞാൻ നിങ്ങളുടെ കാലയിലിരുന്ന നിങ്ങൾക്ക് കാലുവേദന എടുക്കും. എനിക്ക് മരങ്ങളും സ്ഥലങ്ങളും ഒക്കെ കാണണം. കൊച്ചു വായിൽ വിളിത് എന്തൊക്കെയാ പറയുന്നേ? മുത്തശ്ശി, നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ? അവനൊരു ബ്രേക്ക് ഇട്ടാ ഉള്ള 4 പല്ല് താഴെ പോവും. പോയി അവിടെ കാണാൻ ഇരുന്നേ. ചെല്ല്. മൂത്തവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഏട്ടത്തി, നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നണ്ട. കുറച്ചു നേരം കഴിഞ്ഞാൽ അവൾ ഉറങ്ങാൻ തുടങ്ങിക്കോളും. സീതേ, നിന്റെ മോളോട് എന്ത് പറഞ്ഞാലും തർക്കുത്തരവാ പറയുന്നേ. ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. നാളെ റാമിന്റെ വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാ. അവിടെ വീട് നിറയെ ആൾക്കാരുള്ള കാര്യം ഓർമ്മ വേണം. എല്ലാവരും എത്തിയില്ലേ? പോയാലോ? ആ, പോവാ മോനെ. അയ്യോ, നിക്ക്. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോ, നല്ലപോലെ പോയി നല്ലപോലെ തിരിച്ചു വരാൻ. ലക്ഷ്മി നരസിംഹസ്വാമി വെങ്കടരമണ ഗോവിന്ദ ഗോവിന്ദ. ആ, ഇനി പോവാ. ബ്രേക്ക് ആണ്. ബ്രേക്ക് പോയെന്നോ? അയ്യോ, നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പോയി. എന്ത് പൊട്ട വണ്ടിയാണോ നീ എടുത്തോണ്ട് വന്നേ? അയ്യോ, ലക്ഷ്മി നരസിംഹസ്വാമി ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, ബ്രേക്ക് ഫെയിൽ ആയെന്നല്ല, ബ്രേക്ക് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. അയ്യോ, എന്നാ അവൻ അതങ്ങ് പറഞ്ഞ പോരെ. എന്റെ ഹാർട്ട് ഇപ്പൊ ബ്രേക്ക് ആയി പോയനെ. എന്നാ ഇറങ്ങിക്കോ, എല്ലാവർക്കും വല്ലതും കഴിക്കാം. മല കയറാനൊക്കെ ശക്തി വേണ്ടേ? വാ 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 സി. ഞാനത് ഓർഡർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. റാം, റാം, ഇത് സർപ്രൈസ് ആയി പോയി. പിന്നല്ലാതെ, എന്നെ ഇവിടെ തനിച്ചാക്കി നിങ്ങൾ അത്രയും ദൂരത്തേക്ക് പോവല്ലേ? അതുമല്ല, എന്റെ ഫ്രണ്ട് എന്നോട് എത്ര ദേഷ്യത്തല്ലേ ഇപ്പൊ നിൽക്കുന്നത്. പിന്നിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? പാവല്ലേ ഞാൻ. എന്നെ വിട്ട് നിങ്ങൾ എത്ര ദൂരം പോവും? എന്നോട് സംസാരിക്കില്ല എന്നാ എന്നോട് മിണ്ടില്ലേ? അതൊന്നും ഇല്ല റാം, നീ വന്നതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അല്ലേ സിഹി? സീതമ്മ, ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കത്തില്ല. ഞാൻ എന്റെ ഫ്രണ്ടിനോട് ടു. ഞങ്ങള് രണ്ടാളും ഫ്രണ്ട്സ് അല്ല. സിഹി, ഒരു മിനിറ്റ്. സീതമ്മ, ലേറ്റ് ആവുന്നുണ്ട്. വേഗം വാ, പോവാം. സിഹി, സിഹി, സിഹി. ഭക്ഷണം കൊള്ളാല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? എന്താ സിഹി, നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. അവര് തമ്മിൽ സംസാരിച്ചോട്ടെന്ന് കരുതി നീ വന്നതാണോ?
സിഹി എന്ന് ഇത്ര അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്നത്? അവൾക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല റാം, അവള് വെറുതെ നിന്നെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കുക. ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയുണ്ടല്ലേ? സീ നീ കഴിക്കുന്നില്ലേ? എനിക്ക് ഒന്നും വേണ്ട. അയ്യോ, ഇപ്പോഴെങ്കിലും വല്ലതും കഴിച്ച് ശീലിക്ക്. നാളെ നിങ്ങൾ ചെല്ലാൻ പോകുന്ന വീട്ടിൽ ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും. അല്ലെന്നേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് കഴിക്കാന്ന് പറഞ്ഞാൽ കഴിക്കുന്ന യാതൊരു ശീലവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ സീത ഭാഗ്യം ചെയ്തവളാ. അത്ര വലിയ വീട്ടിലേക്കല്ലേ മാറാൻ പോകുന്നത്. അവൾ ആ വീട്ടിലെത്തിയാ പിന്നെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് തല തിരിഞ്ഞ് അവള് നോക്കില്ല. സീതമ്മയുടെ കല്യാണം കഴിഞ്ഞാല് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ ആകോ? തിരിച്ചു വീട്ടിലേക്ക് വരില്ലേ? നിന്റെ അമ്മയുടെ കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ കാര്യം പോലും നിനക്കറിയില്ലേ? കല്യാണം കഴിഞ്ഞാലേ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലാ നിക്കണ്ടേ. അതല്ല, നിനക്ക് നിന്റെ വീട്ടിൽ തന്നെ നിക്കണമെങ്കിൽ നിന്റെ അച്ഛനോട് ഭാര്യ വീട്ടിൽ വന്ന് നിക്കാൻ പറ. സീത, ഐ ഗീവ് യു സംതിങ്. ബർത്ത്ഡേയുടെ എന്ന് നിനക്കിത് തരാമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ അന്ന് ഇത് എനിക്ക് ഡെലിവറി ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ടാ ഇപ്പൊ തരുന്നേ. വാങ്ങിക്കേ. എന്താ ഇത്? തുറന്ന് നോക്കി അറിയാലോ. സീത പ്ലീസ്, ഇത് നീ റിജക്ട് ചെയ്യാൻ പാടില്ല. ഇത് നിന്റെ ഇംഗത്തേക്കാൾ കൂടുതൽ എക്സ്പെൻസീവ് ഒന്നുമല്ല. ആൻഡ് യു ക്യാൻ അഫോർഡ് ദിസ്. ഇത് എൻ്റെ ഒരു ജർമ്മൻ ഫ്രണ്ട് സ്പെഷ്യലി അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചതാ. അവൻ്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അവരെങ്ങോട്ട് പോയാലും ഹാർട്ട് റേറ്റ് അറിയണമെന്ന് പറഞ്ഞ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. ആൻഡ് ഗസ് വാട്ട്, എൻ്റെ കയ്യിലും അതുപോലെ ഒരു വാച്ചുണ്ട്. എൻ്റെ വാച്ചും നിന്റെ വാച്ചും തമ്മിൽ പെയർ ചെയ്തിട്ടുണ്ട്. സോ നിന്റെ ഹാർട്ടില് ഒരു ചെറിയ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വന്നാൽ പോലും ഞാൻ തിരിച്ചറിയും. ഹലോ, കല്യാണം കഴിഞ്ഞാലേ സീതമ്മ നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ? നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലേ? സീതമ്മ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ വീട്ടിൽ തന്നെ നിൽക്കണോ? നമുക്ക് നമ്മുടെ